ആനയുണ്ട്. എന്ത് പാമ്പുണ്ടെന്ന് തോന്നുന്നു. പാമ്പുണ്ട് ഉറപ്പായിട്ട്. ഇതുകൊണ്ട് ഇങ്ങോട്ട് പോയാലോ ഇതിനകത്തേക്ക്? അതെ, ഇത് കാട് തന്നെ, 100% ഡിസ്റ്റൻസ് കാട്. ആ പോടാ, ഇത്ര വന്നിട്ട് പിരിച്ചു പോകാൻ. കൊക്ക ഗൈസ്, കൊക്ക പോയല്ലേ? അവിടെ പോയി കിട്ടില്ല ഗൈസ്. നമുക്ക് ഇതിലെ മേളിലേക്ക് കയറിയല്ലോ. ഇതിപ്പോൾ വെള്ളച്ചാട്ടം എവിടെയാണ് നമ്മളെങ്ങനെ അറിയും? താഴെ നോക്കി നടക്കണേ, താഴെ നോക്കി നടക്കണേ. ഈഷ്യ സ്ഥലം. ആ, മൈൽ സ്റ്റോൺ. പേടിയാണ് കേട്ടോ. നിനക്ക് പേടിയാണ്? എടാ മേളിൽ ലൈംഗമ്പി ഉണ്ട്, തലമുട്ടല്ല. ഇത്രയും താത്തി ലൈംഗമ്പി എത്തി. എടാ കൈ കൊണ്ട് പിടിക്കാലോ അല്ലേ? പിന്നെ നോക്ക്, ഇത് ലൈംഗമ്പി നോക്ക്. ഇവിടെ ഉണ്ട് പേടിച്ച് ചെയ്യാൻ. ഇവിടെ യൂഷ്വലി ആനയൊക്കെ കാണാറുള്ളൂ. കുറച്ച് മുമ്പോട്ട് കയറിയിട്ടേ. എന്നാ പറയണോ? അപ്പോൾ നീയല്ലേ എവിടെയാ? പട്ടി എവിടെ ഉണ്ടോ അങ്ങോട്ടാ വഴിയുന്നത്. പട്ടി അപ്പുറമാണല്ലോ. അശുദ്ധേ എടാ അതല്ലടാ വഴി. ഐ ഡോണ്ട് തിങ്ക് സോ ബ്രോ, ബിക്കോസ് ഇറ്റ് ഈസ് അൺഅച്ചീവബിൾ വഴി. നിൽക്കണു പട്ടി. പട്ടിയോട് ചോദിച്ചാൽ അറിയാമോ? നമുക്കേ ഇവിടെ കണ്ടിരിക്കാൻ പറ്റില്ല. അത് തന്നെ വഴി, എനിക്ക് ഷുവർ. അതിൽ ട്രെയിൽ ചെയ്ത പാടം എന്തായാലും ട്രിക്കാൻ വന്നിട്ട് വഴി അറിയില്ല. ആ പട്ടികൾ അങ്ങോട്ട് കാണുന്നു. ആ പട്ടികളെങ്ങും പോകണല്ലോ. ഒരു പട്ടി ഇവിടെ കിടക്കണം. ഒരു പട്ടി അങ്ങോട്ട് പോയില്ലേ? പട്ടി ആളെ പോയെന്നോ? വഴി എവിടെയാണെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് നേരം വെളുക്കുന്നതിലിരിക്കാൻ ഏതോ ഉദാമിൽ വന്നിരിക്കുക. നാളെ വഴി കാണാൻ പറ്റില്ല. എങ്ങോട്ടാ പോകണേ, തിരിച്ചെങ്ങനെ പോകേണ്ടത്? നമ്മൾ കുറച്ച് കറങ്ങുകയൊക്കെ ചെയ്തിട്ടാ. ഇവിടെ ആനയൊക്കെ ഉണ്ട്. ആന എന്ന് പറഞ്ഞാൽ മറ്റേ ആഫ്രിക്കൻ ആന. ഇവിടെ രണ്ടടിച്ചാലോ? ഒരു ടെൻ്റ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് സ്ഥലം കണ്ടുപിടിക്കേണ്ടവരുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ ഇതിൽ വഴിയുണ്ടാ? കുറുക്കൻ വേണം. അതില്ല, ചെരിഞ്ഞെടുക്കാം. അങ്ങനെയല്ല, നമ്മൾ ഇങ്ങോട്ട് തല വെച്ചിട്ട് ഇങ്ങോട്ട് അല്ലേ നമ്മൾ ഉരുണ്ടു പോലെ. അല്ല, ഇതിങ്ങനെ പൊക്കണം. ഇത് താഴെയല്ലേ വരണ്ടേ? ഇത് അടിയിലും ഇതല്ലേ മേളി വരണ്ടേ? ഇത് അകത്തെ സംഭവമാണ്. ഇത് അകത്തെ സംഭവമാണ്. അപ്പോൾ ഫ്ലോർ ഇതാണോ? ഇത് അത് മാത്രമോ? അത് കൊടുത്തിട്ടുണ്ട്. അല്ല അപ്പോൾ ഇതോ? അത് ഇങ്ങോട്ട് കയറ്റുക. നമുക്ക് ഇങ്ങനെയല്ലേ കിടക്കണ്ടേ? നമ്മൾ അങ്ങോട്ടല്ലേ കിടക്കണേ? അങ്ങോട്ട് കാണണമെങ്കിൽ അങ്ങോട്ട് പിടിക്കണം. കറക്റ്റ്.
ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഏതൊരു സാധനം ഇതിനകത്ത് മേളിലിടാനുണ്ട്. ഉണ്ടോ? അകത്തൊന്നും ഇല്ല. ഇല്ല. എനിക്ക് തോന്നുന്നു ഇത് വാട്ടർ പ്രൂഫാന്ന് തോന്നുന്നു. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇനി ഒന്നും ആയിരിക്കില്ല. ഇത്രയും വലിയ സാധനം ഇടാനുള്ള സാധനം നമ്മളില്ലേ. ശരിയാണല്ലോ. ശരി, ഇതുണ്ടോ? ഇതൊക്കെ എന്നെ ഇമാതിരി കാണിച്ചേക്കണേ. ഒരു അബദ്ധം പറ്റി. നമ്മുടെ മേടിച്ച ടെൻറ്റിൽ മേളിലിടുന്ന പീസില്ല. ട്യൂട്ടോറിയലൊക്കെ നോക്കി എന്ത് ചെയ്തിട്ട് ശരിയാണോ. നാട്ടിൽ ചെന്നിട്ട് ഡെക്കാത്തറോണിൽ പോയി ചോദിക്കാം. ഷൂ തന്നെയാണ് അതിനെ പുറത്തിടുവോ? ഷൂ പട്ടി അടിച്ചോണ്ട് പോവോ? പാമ്പ് ഒന്നും കയറായിരുന്നു. എടാ ആ ബാഗിൽ മുട്ട. അയ്യോ, കല്ലി കിടക്കണവനുണ്ടോ? മേലത്തെ പീസില്ലാണ്ടായിപ്പോയി. മേലത്തെ പീസേ. ബാഗ് തലവണ്ണയായിട്ട് വെച്ചാലോ? എടാ തലവണ്ണ എടുത്തില്ല ഞാൻ. വീർപ്പിക്കണ തലവണ്ണ. തലമാരെ സുഖമായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ സക്സസ്ഫുള്ളി ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. പകുതി സാധനമൊന്നും ഇല്ലെങ്കിലും ടെൻ്റ് സെറ്റ് ചെയ്തു. കുറച്ച് നേരം വിശ്രമിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ രാവിലത്തെ വ്യൂ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ രാവിലെ ആയി. ഇനി ഒരു അരമണിക്കൂർ കൂടെ ഉള്ളു ഉറങ്ങാൻ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. നാളെ രാവിലത്തെ കാഴ്ചകൾ ടെൻ്റ് കുറഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ചില്ല. ഈ ഭാഗത്തായിരിക്കും സൂര്യൻ ഉദിക്കുന്നത്. രാത്രി ഫുള്ള് ഒത്തിരി ഉറങ്ങിയിട്ടൊന്നുമില്ല. പട്ടിയുടെ കുരയായിരുന്നു. 2-3 പട്ടികളും ഈ മലയിലെ പട്ടിയും ആ മലയിലെ പട്ടിയും തമ്മിൽ യുദ്ധമായിരുന്നു. കുരയുദ്ധം. എന്തായാലും ഇപ്പോൾ സമയം ഒരു 5:30 5:45 ആദ്യമായിട്ട് ഞാനിങ്ങനെ പോകണം. നിന്റെ അവിടെ ഇങ്ങനെ മലയൊക്കെ അല്ലേ? ഇതെല്ലാം മേളിയുള്ള സാധനമാണ്. എങ്ങനെ ഇരിക്കണം? ഇതൊക്കെ ഇവിടുന്ന് അടി കിടന്ന് എങ്ങനെയാ ദൈവത്തിനറിയാം. മേളിൽ നിന്ന് തന്നെ അടി കിടക്കണം.
എപ്പോ എത്തി? ഓ ആ ഇന്നൊരു കാര്യം ആ അങ്ങനെ കുഴപ്പമില്ല, ഒഴുക്കുള്ളതല്ലേ. ശരിയാന്ന് നോക്കില്ലേ? നമ്മൾ മട്ടൺ ബിരിയാണിയാണ് ഇവിടെ വന്നിട്ടേ. മട്ടൺ ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇത് മറ്റേ ദിലീപ് ഒരു പടത്തിനകത്ത് മറ്റേ ലിഫ്റ്റിട്ടുണ്ടാക്കും. പക്ഷെ ഇത് പ്രധാന പ്രശ്നം, ഇത് സാധനം ഇവിടെ ഇങ്ങനെ നേരെ ഇരിക്കണമെന്നാണ്. ആയിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കടന്നിരിക്കുന്നു. പാത്രം ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ഇത് പൊട്ടും. ഞാൻ ഓർമ്മ കഴിക്കട്ടെ. ഈ വേസ്റ്റൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുപോകണം. കത്ത് പൊട്ടുവോ? ഓണായോ? കത്തുണ്ട്. ഇനിയിപ്പോൾ എന്നെ ഒച്ചയായിട്ടുന്നത് ഞാൻ ഓർമ്മ കഴിക്കേ. ആ പിന്നെ ഫുഡായതുകൊണ്ട് കുഴപ്പമില്ല. മുട്ട തന്നെ പൊട്ടിച്ചൊഴിക്കുക അതിനകത്തേക്ക്. പൊട്ടിച്ചൊഴിക്കല്ല പിന്നെ മുട്ട പൊട്ടിച്ചു അങ്ങനെ മുട്ട കഴിക്കും. ആ മറ്റേ സാധനം ഇടണല്ലോ. എപ്പോഴും ഒരു മിനിറ്റ് കഴിഞ്ഞോ തിളയ്ക്കുമ്പോഴത്തേക്ക് ഇടാം. മുട്ട ഇവിടെ അല്ല, മുട്ട ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇടാം. ഇളക്കി കൊടുക്കണല്ലോ. ഇളക്കാം. ഈ സ്പൂൺ ഒന്നും വേണമെന്നില്ല. സ്പൂൺ ഞാൻ അവിടെ നിന്ന് ഒരു കോലെടുക്കും. അങ്ങനെയൊക്കെ ചെയ്യണേ. കൈ ഇട്ടാൻ കിടക്കാം. തിളച്ചോളത്തി ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കുറേ പിള്ളേർ. എനിക്ക് എന്ത് രസമാണ്. ഇപ്പൊ ഒരു ചെറിയ മഴ പെയ്യുന്നു. ആണോ? മഴ ടെൻറ്റ് ഇടാനുള്ള സമയം പോലില്ല. ഇവിടെ എവിടെ ടെൻറ്റ് ഇടാനാ? അതേ അവിടെ ഇട്ട് കഴിഞ്ഞാൽ കല്ല് കൊണ്ട് കയറിച്ചാവും. ഇതെങ്ങനെ കഴിക്കണ്ടേ? ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല. ചുമ്മാ എടുക്കാം. കടിച്ചല്ലേ തൊലി കടിക്കരുത്. മറ്റേ അവതാറിൽ ഒരു സാധനം അതല്ല, അതവര് CGI കാണിച്ചുണ്ടാക്കണേ. പക്ഷെ അവര് ശരിക്കും കടിക്കണ ഇതാ. ഇതാവുമ്പോ പൾപ്പ് പോലെ ഇങ്ങനെ വരും. മുറിച്ച് വെച്ചേക്കോ അത്. നീ എടുത്ത് കടിച്ചാ മതി. അപ്പൊ ഇത് കളയണ്ടേ? മറ്റേ സാധനം തൊലി കഴിക്കണ്ട. ഇതാണ് സംഭവം. കഴിച്ചേ.
കണ്ടിട്ടില്ല മതിയാണ്. അത് ഭയങ്കര ഓർഗാനിക് ഹെവി ഹെൽത്തി സാധനമാണ്. എടാ ഇത് ഭയങ്കര രുചിയില്ലേ, കപ്പളങ്ങ പോലെ ഉണ്ടല്ലോ. അതായത് സൂപ്പർ ഹെൽത്തിയാണ് കണ്ടോ. അത് ഇങ്ങനെ അവനെ എടുത്തിട്ട് ഡൊറുക്ക് മാത്രം ഇങ്ങനെ കടിക്കും. ആ അതേ കണ്ടു. എന്നിട്ട് പുള്ളി കണ്ണൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ചോറൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ എങ്ങനെയല്ലേ. നമുക്ക് അരിയൊക്കെ കൊണ്ടുപോകുന്ന മീൻകറിയൊക്കെ വെച്ച് ഇവിടെ മീനൊക്കെ കഴുകും. എന്നിട്ട് അരിയൊക്കെ ചോറ് വെച്ചിട്ട് ഇതുകൊണ്ട് 2 ഗ്യാസും 2 ക്യാനും. ഒരെണ്ണത്തിൽ ചോറ് വയ്ക്കും, ഒരെണ്ണത്തിൽ കറി വയ്ക്കും. അപ്പത്തേക്ക് ഇവിടെ ഉച്ചയ്ക്ക് പേര് വരും. പിന്നെ ഇതൊന്നും വെക്കണ്ട. അപ്പോൾ നമ്മൾ സ്പൂൺ എടുത്തില്ല. നമ്മളിങ്ങനെ എവിടെയെങ്കിലും മുമ്പ് സ്പൂൺ ഇടണം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ തണ്ണിമത്തയുടെ തൊണ്ടൊക്കെ വെച്ചിട്ട് ചേർന്നത് വരും. പിന്നെ പാത്രം, നമ്മൾ എടുക്കണ പാത്രം കുക്ക് ചെയ്യാൻ പറ്റുന്ന പാത്രമാണെന്ന് നോക്കണം. കാരണം ഇത് ചൂടായി പൊട്ടി, പാത്രം പൊട്ടി. ഇപ്പം പാത്രം ഫുൾ ഉടഞ്ഞ് പണ്ടടങ്ങി പോകണമെങ്കിൽ പിന്നെ നമുക്കിത് എടുക്കാം. അടി ഇതായെന്ന് തോന്നുന്നു. മുട്ട ഇടണം പെട്ടെന്ന്. മുട്ടയിട്ട് ഇനി ആവുമോ? അത് പൊട്ടിയില്ല. അതിനി മുട്ടയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഇട്ടേക്കാണോ നീ ഇപ്പോഴും? ഗ്യാസ് പൊട്ടി നീ ഒരു മണ്ടൻ തന്നെ. അതിനാ നീ എടുത്ത് മാഗി റെഡി. അപ്പോൾ സ്പൂണൊന്നും ഇല്ലാത്ത സമയത്ത് ഈ തണ്ണിമത്തങ്ങ ഉണ്ടെങ്കിൽ സ്പൂണില്ലാത്തൊരു തണ്ണിമത്തങ്ങ ഉണ്ടാവുക. തണ്ണിമത്തങ്ങ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മാഗി ഇന്ന സ്പൂണില്ല. അപ്പോൾ നമ്മൾ തണ്ണിമത്തങ്ങയുടെ കൊണ്ട് ഇങ്ങനെ തണ്ണിമത്തങ്ങ വന്നിട്ട് ഇങ്ങനെ 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 കോരി എടുത്തിട്ട് ഇത് കളിച്ച് തിന്നാം. ഞാൻ കൈ കൊണ്ട് തിന്നാം. ചിലൊക്കെ താഴെ പോകും, പറ്റില്ല. ഓക്കെ. അപ്പോൾ ഈ പാത്രമാണ് അശ്വത്ത് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നല്ല പാത്രം. അടിപീസ് വേറെ ആയിട്ട് പോന്നു. പ്ലേറ്റ് ഉള്ളതുകൊണ്ട് സേഫായി. പക്ഷെ പ്ലേറ്റ് നോക്കി അടിപൊളി. വെള്ളം ചടി. ഇതിനൊരു കുഴപ്പമില്ല. പ്ലേറ്റിന്റെ അടി മൊത്തം തോള, ഇവിടെ പ്ലാസ്റ്റിക്. അയ്യോ. താമര കക്കൂച്ചി വിരിയട്ടെ. എല്ലാവരും പ്രതീക്ഷ വയ്ക്കുന്ന താമര നാളെ കക്കൂച്ചി വിരിയട്ടെ. നാളെ താമര കക്കൂച്ചി വിരിഞ്ഞ് എന്നേക്കുമായി വിരിയട്ടെ. നാളെ താമര കക്കൂച്ചി വിരിയട്ടെ. എല്ലാവരും പ്രതീക്ഷ. നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നുമില്ല, എല്ലാം എടുത്തിട്ടുണ്ട്. എടുത്ത് കൊണ്ടുപോകുന്ന സാധനം എല്ലാം എടുത്തു. വീഡിയോ എടുക്കാൻ മറന്നായി. ട്രക്കിംഗ് ട്രെയിൻ അവിടെ തീരുന്നതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുകയാണ്. ഞാനത് ആവശ്യം കഴിയുക. ഞാൻ കണ്ടില്ല, മുറിഞ്ഞു മനസ്സിലായി. ചോര ഉണ്ടെന്നറിയില്ല. എന്നിട്ട് ആ പാത്രം എന്തി? പാത്രം ബാഗില്ല, അവിടെ കളയാൻ പറ്റില്ല. നമ്മൾ ക്യാമറ ഓഫായിട്ട് കളയുന്ന ആൾക്കാരില്ല. ബാഗുണ്ട്. തിരിച്ച് നമുക്ക് കുറേ കയറാനുണ്ടാ അല്ലേ? ഇത് പരിപാടി തീരും. എടാ അങ്ങോട്ട് വഴിയുണ്ട് ആണോ? ആ എന്നും എടുക്കാനില്ലടാ നമ്മൾ. അയ്യോ എങ്ങനെയുണ്ട്? മടുത്താവോ? അയ്യോ സോറാ, ഇപ്പം വീണോണ്ടേ, മുഖടിച്ചു വീണോണ്ടേ. പറഞ്ഞു തീർന്നില്ല. ഏതാ? അങ്ങനൊന്നുമില്ല, നമ്മൾ ചുമ്മാ വീഡിയോ എടുക്കുക, അത്രേ ഉള്ളൂ. ഏതാ? ഇതിലിറങ്ങി വന്നേ. രാത്രിയാണ് വന്നേ. എൻ്റെ അതെവിടെ താഴെ ഇറങ്ങുന്ന സ്ഥലമില്ലേ? ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങണേ. അപ്പോൾ അവിടെ സ്ഥലമില്ല ക്യാമ്പ് ചെയ്യാൻ. ഒരു പ്ലെയിനായിട്ട് സ്ഥലം കിട്ടിയപ്പോൾ അവിടെ നിന്നു.
അപ്പുറത്തേക്ക് പോയ സ്ഥലമുണ്ടോ? കുറച്ചുകൂടെ നേരെ കിടക്കുന്ന സ്ഥലം വല്ലതും ഉണ്ടോ? ആ ഇല്ലല്ലേ? ഞങ്ങൾ നോക്കി കുറേ, പക്ഷേ ഞങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇച്ചിരി ചെരിഞ്ഞായിരുന്നേ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ കൂത്താട്ടുകുളം. ആ അടുത്ത് തന്നെ. അയ്യോ രാവിലെ നമ്മൾ 10 കിലോമീറ്റർ ഓടണ പോലെ അല്ലറത്. ഇറങ്ങിയപ്പോൾ ഇത്ര ഇല്ലായിരുന്നല്ലേ. അടുത്ത അടുത്ത വേർക്കണ്ടല്ലോ. 1.5 കിലോമീറ്റർ താഴത്തോട്ട് പോവാം. താഴത്തോട്ട് പോകുമ്പോൾ നമ്മളൊന്നും അറിയില്ല. മേളിലോട്ട് വരുമ്പോഴാണ് പ്രശ്നം. കാരണം കുത്തനെ കയറ്റമാണ്. താഴത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല സ്ഥലം, നല്ലൊരു ആംബിയൻസ്. നമ്മളങ്ങനെ പോകും. നമ്മൾ പോയിട്ട് അവിടെ ടെൻ്റൊക്കെ ചെയ്ത് അടുത്ത ദിവസം ബാക്കി ഇറങ്ങും. ഇപ്പോൾ 2 ദിവസം കൊണ്ടാണ് മൊത്തം പരിപാടി വരുന്നത്. തിരിച്ചു വരുമ്പോൾ ഒറ്റയടിക്ക് ചെയ്യേണ്ടതൊക്കെ. പിന്നെ പോരാത്തതിന് ഇപ്പോൾ ടെമ്പറേച്ചർ ഒത്തിരി തണുപ്പൊന്നുമില്ല, ചൂടുണ്ട് ഇച്ചിരി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ പോകുമ്പോൾ എല്ലാവരും വെയിറ്റ് മാക്സിമം കുറയ്ക്കുക. നമ്മളിപ്പോൾ തണ്ണിമത്തങ്ങ, ഡ്രാഗൺ ഫ്രൂട്ട് കുറേ കൊണ്ടുപോയി. ഇതൊന്നും എടുക്കരുത്. പിന്നെ എന്തെങ്കിലും ആണെങ്കിൽ സ്നാക്സ് വല്ലതും എടുത്താൽ അല്ലേ, ആവശ്യമുള്ള പാത്രം, നല്ല പാത്രം, സ്പൂണ്. അപ്പോൾ സ്പൂൺ എടുക്കണം. അത്ര എടുത്താൽ മതി. സാനിറ്റൈസർ വേണമെങ്കിൽ എടുത്തോ. പിന്നെ വേസ്റ്റുള്ള ഒരു കവർ എടുക്കണം. നമ്മളൊരു വേസ്റ്റ് അവിടെ ഇട്ടിരുന്നത്. അവിടെ കുറേ അമ്മമാർ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്, കുപ്പി ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഗുഡ് ബൈ. അടുത്ത ദിവസം അടുത്ത വീഡിയോ, അടുത്ത സ്ഥലം, ജീവനാണല്ലേ.